നമഃശിവായ. നമസ്കാരം. ഗീതാഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. കർമ്മയോഗത്തിൻ്റെ 13-ാം ശ്ലോകം വരെയാണ് നാം ശ്രദ്ധിച്ചത്. നമുക്ക് 14-ാം ശ്ലോകം നോക്കാം. ശ്ലോകം 14. അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാദ്ഭവതി പർജന്യോ യജ്ഞ കർമ്മസമുദ്ഭവഃ. ശ്ലോകം 15. കർമ്മ ബ്രഹ്മോത്ഭവം വിദ്ധി ബ്രഹ്മ അക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഈ രണ്ട് ശ്ലോകങ്ങളും ചേർന്ന് വരുന്നത് കൊണ്ടാണ് രണ്ടെണ്ണം ചൊല്ലിയത്. അതിൻ്റെ അർത്ഥം നമുക്ക് ശ്രദ്ധിക്കാം. ശ്ലോകം 14-ൻ്റെ അർത്ഥം നോക്കുമ്പോൾ, പ്രാണികൾ അന്നത്തിൽ നിന്നുണ്ടാകുന്നു. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ. അന്നമുണ്ടാകുന്നതാകട്ടെ പർജന്യത്തിൽ നിന്നും. പർജന്യം അഥവാ മേഘം വിവിധ ശക്തികളുടെ കൂട്ടായ്മ യജ്ഞം കൊണ്ടും ഉണ്ടാകുന്നു. ഈ കൂട്ടായ്മ ഉണ്ടാകുന്നതാകട്ടെ വിഭിന്നങ്ങളായ കർമ്മങ്ങളിൽ നിന്നുമാണ്. അതാണ് പ്രത്യേകത. പ്രാണികൾ അന്നത്തിൽ നിന്നുണ്ടാകുന്നു. അന്നമുണ്ടാകുന്നതാകട്ടെ പർജന്യത്തിൽ നിന്നും. പർജന്യം അഥവാ മേഘമോ വിവിധ ശക്തികളുടെ കൂട്ടായ്മയാണ്. ശ്ലോകം 15 നോക്കാം. കർമ്മങ്ങൾ വേദങ്ങളിൽ നിന്നുണ്ടാകുന്നു. വേദജ്ഞാനമാകട്ടെ ഒരിക്കലും നശിക്കാത്ത ഈശ്വരനിൽ നിന്നുണ്ടാകുന്നു. ഇങ്ങനെ സർവവ്യാപകമായ വേദം നിത്യവും യജ്ഞത്തിന് അടുത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയും ചെയ്യുന്നു. അതായത് ഈ രണ്ട് ശ്ലോകങ്ങളിൽ മർമ്മപ്രധാനമായ ശബ്ദം സർവഗതം ബ്രഹ്മ എന്നതാണ്. ബ്രഹ്മശബ്ദം ഇവിടെ വേദത്തെ കുറിക്കുന്നതാണ്. വേദങ്ങളിലെ മന്ത്രങ്ങൾ സർവവ്യാപിയാണ്. കാരണം വേദം നൽകിയ ഈശ്വരൻ സർവവ്യാപിയാണ്. അഥർവവേദത്തിൽ ഇതിന് പ്രമാണമുണ്ട്. അഥർവവേദത്തിൽ പറയുന്നത്, അത്യന്തം അരികത്തും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലും ഇരുന്ന് വാഴുന്ന ഭഗവാനെ കണ്ണുകൊണ്ട് കാണാനാവില്ല. ആ ഈശ്വരൻ്റെ കൃതിയായ വേദവും പ്രപഞ്ചവും കാണുക. അതൊരിക്കലും മരിക്കുന്നില്ല, ജീർണിക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ഈശ്വരൻ. അത് നാം തിരിച്ചറിയണം. അഹം ബ്രഹ്മാസ്മി. നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ ചൈതന്യത്തെ തിരിച്ചറിയുക. അത്യന്തം അരികത്തും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലും വേദം ഭാരതീയ ദർശനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വതപ്രമാണമാണ്. സൂര്യനെ കാണാൻ പന്തം കൊളുത്തി നോക്കേണ്ട ആവശ്യമുണ്ടോ? വേദമൊഴികെയുള്ള മറ്റ് ശാസ്ത്രങ്ങൾ പരതപ്രമാണങ്ങൾ മാത്രമാണ്. അതായത് സൂര്യനെ ആശ്രയിച്ച് ചന്ദ്രൻ നിൽക്കുന്നത് പോലെ. സൂര്യനെ ആശ്രയിച്ചാണ് സർവഗ്രഹങ്ങളും നിൽക്കുന്നത്. അതിനാൽ ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുക്കൾ, സാംഖ്യ, വൈശേഷിക, വേദാന്താദി ദർശനങ്ങൾ, സൂത്ര ഗ്രന്ഥങ്ങൾ എന്നിവയെല്ലാം പരതപ്രമാണങ്ങളാണ്. ഈശ്വരൻ സർവവ്യാപിയാകയാൽ അവൻ്റെ ജ്ഞാനവും സർവവ്യാപിയാണെന്നാണ് ഗീതയിൽ ഭഗവാൻ സർവഗതം ബ്രഹ്മ എന്ന പ്രയോഗത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. വേദമഹിമയെക്കുറിച്ച് വ്യാസഭഗവാൻ തന്നെ മഹാഭാരതത്തിൽ ഒരിടത്ത് വിവരിച്ചിട്ടുണ്ട്. അത് ഇനി
ഈ ശ്ലോകത്തെപ്പറ്റി പറയുമ്പോൾ കൂടുതലായി കുറച്ചുകൂടി നമുക്ക് പറയാനുണ്ട്, ശ്രദ്ധിക്കാനുണ്ട് നമുക്ക്. അതുകൊണ്ട് അത് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. കുറേശ്ശെ ശ്രദ്ധിച്ചാലേ നമുക്ക് മനസ്സിലാവൂ. ഒരു ശ്ലോകത്തെപ്പറ്റി ഇപ്പോൾ തന്നെ 5 മിനിറ്റ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് തന്നെ അത് ബോറാകും. അതുകൊണ്ട് ബാക്കി നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാൻ സർവേശ്വരൻ അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ശുഭ സുദിനം.